അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരാകുന്ന നാം ഓരോരുത്തരും ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോവേണ്ടവരാണ്. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, അതുപോലെ ഭർത്താവ് തുടങ്ങി നമ്മോട് ബന്ധപ്പെട്ട ഇഷ്ടജനങ്ങൾ ഇന്ന് ആരുടെ മണ്ണിനടിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് നമ്മോട് പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുകയാണ്, ഇദാ മാത്തൽ മുഅ്മിനു ഹാബ റൂഹുഹു ഹൗല ദാരിഹി ഷഹറ. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ റൂഹ്, അവൻ്റെ ആത്മാവ് അവൻ്റെ വീടിനെ 1 മാസത്തോളം വലയം ചെയ്തുകൊണ്ടിരിക്കും, ചുറ്റിക്കൊണ്ടിരിക്കും. തൻ്റെ ഭാര്യ, സന്താനങ്ങൾ, അതുപോലെ മാതാപിതാക്കൾ, മറ്റു കുടുംബങ്ങൾ, അവർ എന്നെക്കുറിച്ച് എന്തെല്ലാമാണ് സംസാരിക്കുന്നത്, അവർ എനിക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താണ് എന്നിലേക്ക് ഹദിയ ചെയ്യുന്നത് എന്നിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൈഫ യുഖ്സിമു മാലഹു, അവൻ്റെ സമ്പത്തുകൾ എങ്ങനെയാണ് ഓഹരി വെക്കുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വ കൈഫ യുഅദ്ദി ദുയൂനഹു, അവൻ്റെ കടങ്ങൾ എങ്ങനെയാണ് വീട്ടുന്നത്, ആർക്കെല്ലാമാണ് കടങ്ങൾ കൊടുക്കുന്നത്, കടങ്ങൾ കൊടുക്കാനുള്ളത്, ഹക്കടപാടുകൾ വീട്ടുന്നത് എന്ന് അവൻ 1 മാസക്കാലത്തോളം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ വീടിനെ ചുറ്റപ്പെട്ട് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 1 മാസത്തിനു ശേഷം അവൻ്റെ റൂഹ്, ആ മുഅ്മിനായ മനുഷ്യൻ്റെ ആത്മാവ് ഖബറിലേക്ക് ചെല്ലുകയാണ്. ഖബറിൽ ചെന്നാൽ 1 വർഷക്കാലത്തോളം ആ മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹ് അവൻ്റെ ഖബറിനെ വലയം ചെയ്തുകൊണ്ടിരിക്കും, ചുറ്റിക്കൊണ്ടിരിക്കും. അവൻ്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ കുടുംബക്കാർ, അവൻ്റെ പിതാവ്, ജ്യേഷ്ഠൻ, സഹോദരന്മാർ, ആരൊക്കെയാണ് അവൻ്റെ പാപമോചനത്തിന് വേണ്ടി, നരകശിക്ഷ ഒഴിവാൻ വേണ്ടി, അവൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി അവൻ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് എൻ്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി ആരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത്, ആരൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി പാപമോചനം തേടുന്നത് എന്ന് 1 വർഷക്കാലത്തോളം അവൻ്റെ ഖബറിന് മുകളിൽ അവൻ ചുറ്റിക്കൊണ്ടിരിക്കും, ഇത് നിരീക്ഷിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, നമ്മിൽ നിന്ന് ചില ആളുകൾ പറയാറുണ്ട്, മരണപ്പെട്ടു പോയ എൻ്റെ പിതാവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എൻ്റെ അടുക്കൽ വന്ന് കിടക്കുന്നതായി കണ്ടു, എൻ്റെ മാതാവിനെ കണ്ടു, മക്കളെ കണ്ടു, അല്ലെങ്കിൽ അവർ എന്നോട് അവരുടെ അടുത്തേക്ക് ചെല്ലുവാൻ വേണ്ടി പറയുന്നുണ്ട്, ഇങ്ങനെയെല്ലാം സ്വപ്നം കാണാറുണ്ട് എന്ന് പങ്കുവെക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അവർ മരണപ്പെട്ടു പോയതിന് ശേഷം ഞാൻ അവർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തത്. വീടുകളിൽ മൗലൂദുകൾ പാരായണം ചെയ്ത്, ദിക്റും സ്വലാത്തുകളും ചൊല്ലി അവർക്ക് ഹദിയ ചെയ്ത്, അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി, ആഖിറമാകുന്ന ആ ലോകത്ത് വിജയിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചുരുങ്ങിയത് 1 ഫാത്തിഹ സൂറത്തെങ്കിലും ഓതി അവർക്ക് ഹദിയ ചെയ്ത് അവരുടെ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്കും നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവർക്കും നമുക്കും സന്തോഷിക്കാവുന്ന ഒരു അമൽ കൂടിയാണത് എന്ന് ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമ്മയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.